അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസാബക്ക പോലുള്ള പരിപാടികൾക്ക് വിഷയമായി വരുന്ന ഒന്നാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العظيم. السلام عليكم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷാകർത്താക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ തിരുദൂതർ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഈ സദസ്സിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യഹൃദയങ്ങളിൽ കാരുണ്യത്തിൻ്റെ ഉറവറ്റിപ്പോയ ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് വളരെ പ്രസക്തമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ കേദാരമാണ്. മനുഷ്യരോടും ഇതര ജീവികളോടും കരുണ കാണിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഉറുബിനെ തീയിലിട്ട് കരിച്ചു കളഞ്ഞ സുഹാബിയോട് തീ കൊണ്ട് ശിക്ഷിക്കുവാൻ തീയുടെ നാഥനായ അള്ളാഹുവിനെ അല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അധികാരം കൈപ്പിടിയിലൊതുങ്ങിയപ്പോൾ ആയുധബലം കാട്ടാൻ വേണ്ടി അയൽ രാജ്യങ്ങളെ ഒന്നാകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക യുദ്ധ കൊതിയന്മാരും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിരപരാധികളെ ചുട്ടരിക്കുകയും കൈകളും കാലുകളും വെട്ടിമുറിച്ച് കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്യുന്ന കാട്ടാളന്മാരും ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്നവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും അവരെ ആദരിക്കണമെന്ന് പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്നുകൂടെ അരുൾ ചെയ്തു. ഒട്ടകത്തെ ഉപദ്രവിക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്ത ഉടമയോട് ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം എന്നരുൾ ചെയ്ത പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിലിരുന്ന കിളിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവന്ന സ്വഹാബിയോട് അരുത്, നീ ഈ കുഞ്ഞിൻ്റെ തള്ളയെ വേദനിപ്പിച്ചു, വേഗം ഇതിനെ ആ കൂട്ടിലേക്ക് കൊണ്ടുവെക്കുക എന്ന് പ്രഖ്യാപിച്ചു കാരുണ്യത്തിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാഹിച്ച പട്ടിക്ക് വെള്ളം കൊടുത്തത് കാരണം ദുർവൃത്തയായ സ്ത്രീ സ്വർഗാവകാശിയാണെന്ന് പ്രഖ്യാപിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്നുകളഞ്ഞ സദ്വൃത്തയായ സ്ത്രീ നരകാവകാശിയാണെന്നും പറഞ്ഞുവെങ്കിൽ കാരുണ്യത്തിൻ്റെ വില നാം മനസ്സിലാക്കണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തെ കുറിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ വിവരിക്കാനുണ്ട്. പരിസ്ഥിതിയോട് പോലും കാരുണ്യം പ്രകടിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്? ഒരിക്കൽ കാട്ടുചെടിയുടെ ഇല കശക്കിക്കൊണ്ടുവന്ന സ്വഹാബിയോട്, ഏയ് അക്രമി, ഈ പ്രവർത്തനത്തിലൂടെ നീ പരിസ്ഥിതിയോട് അക്രമം ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യ സ്വഭാവത്തിൽ പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറാഹിമൂന യർഹമുകുമുർ റഹ്മാനു ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. കരുണ ചെയ്യുന്നവരോട് കാരുണ്യവാനായ അല്ലാഹു കരുണ ചെയ്യുന്നതാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുവീൻ, ആകാശത്തിലുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, അവരിൽ ആരെയും ഞാൻ ചുംബിച്ചിട്ടില്ല. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവൻ കാരുണ്യം ലഭിക്കുകയില്ല. മക്കളെ ചുംബിക്കൽ കാരുണ്യവും വാത്സല്യവും പ്രകടിപ്പിക്കലാണ്. അലിവും സ്നേഹമുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ബഹുമാനികളെ, നാം മനുഷ്യരോടും മറ്റു ജീവജാലങ്ങളോടും സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കുക. ഇല്ലായ്മക്കാരനായ ദുഃഖിതനെ സഹായിക്കുക,
ദുർബലരും സൗമ്യമായി പെരുമാറുക, അനാഥകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുക, വിധവകൾക്കും സാധുക്കൾക്കും വേണ്ടി പരിശ്രമിക്കുക, വിശന്നവന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുക തുടങ്ങിയ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.